തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണപ്രതിസന്ധിയും അവിശ്വാസ പ്രമേയ നീക്കങ്ങളും ലക്ഷ്യമിട്ട് കോൺഗ്രസ് നേതാവ് കെ.എസ്. ശബരീനാഥൻ ഉയർത്തിയ രാഷ്ട്രീയ നീക്കങ്ങൾ തലസ്ഥാന നഗരത്തിൽ പുതിയ പോർമുഖം തുറക്കുകയാണ്. നഗരസഭയിലെ ബി.ജെ.പി. ഭരണത്തിനെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ നീക്കങ്ങളെ മേയർ വി രാജേഷ് പരിഹാസത്തോടെ നേരിട്ടതോടെയാണ് ഇരു നേതാക്കളും തമ്മിലുള്ള വാക്പോര് പുതിയ തലത്തിലേക്ക് കടക്കുന്നത്. എന്നാൽ മേയറുടെ പരിഹാസങ്ങൾക്ക് വികസന മുരടിപ്പിൻ്റെ കണക്കുകൾ നിരത്തി ശക്തമായ രാഷ്ട്രീയ പ്രതിരോധമാണ് ശബരീനാഥൻ തീർക്കുന്നത്. കേവലം ഒരു വ്യക്തിഗത അധിക്ഷേപത്തിനപ്പുറം തലസ്ഥാനത്തിൻ്റെ വികസന പരാജയങ്ങളും രാഷ്ട്രീയ അടിയൊഴുക്കുകളും ചർച്ചയാക്കാൻ ശബരീനാഥൻ ഈ പോരാട്ടത്തിലൂടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബി.ജെ.പി. ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ശബരീനാഥൻ്റെ നേതൃത്വത്തിൽ UDF അണിയറയിൽ നീക്കങ്ങൾ സജീവമാക്കിയൊരു പശ്ചാത്തലത്തിലാണ് മേയർ വി രാജേഷ് വിവാദമായ ആന്തൂറിയം അവലോസുണ്ട പരാമർശവുമായി രംഗത്തെത്തിയത്. കെ.എസ്. ശബരീനാഥൻ തോട്ടത്തിൽ നിന്ന് ആന്തൂറിയം പൂവുമായി നിൽക്കുകയാണെന്നും LDF നൽകാനിരുന്ന പിന്തുണ പാർട്ടി നേതൃത്വം ഇടപെട്ട് തടഞ്ഞു എന്നുമായിരുന്നു മേയറുടെ പരിഹാസം. UDF-ഉം LDF-ഉം തമ്മിൽ കോർപ്പറേഷനിൽ അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന രാഷ്ട്രീയ ആരോപണം ജനങ്ങൾക്കിടയിൽ സ്ഥാപിക്കാനായിരുന്നു മേയറുടെ നീക്കം. കൗൺസിലിൽ വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത UDF LDF-ന്റെ ദാനത്തിനായി കാത്തുനിൽക്കുകയാണെന്ന് വരുത്തി തീർക്കാനും BJP ക്യാമ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ മേയറുടെ ട്രോളുകൾക്ക് അതേ നാണയത്തിൽ വസ്തുതകൾ നിരത്തി മറുപടി നൽകിക്കൊണ്ടാണ് കെ.എസ്. ശബരീനാഥൻ കളം നിറഞ്ഞത്. മേയറുടേത് വെറും ക്രിഞ്ച് കോമഡി മാത്രമാണെന്ന് പരിഹസിച്ച ശബരീനാഥൻ നഗരസഭയുടെ വികസന പരാജയങ്ങൾ ഓരോന്നായി എണ്ണിപ്പറഞ്ഞ് മേയറെ കൃത്യമായി പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്തു. അധികാരം ലഭിച്ച് 45 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകിയ കോർപ്പറേഷൻ മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ എവിടെയെന്ന് ശബരീനാഥൻ ചോദിക്കുകയാണ്. കേന്ദ്ര ബജറ്റിൻ്റെ പേരിൽ തലസ്ഥാന നഗരിക്ക് വലിയ വികസനം വരുമെന്ന് പറഞ്ഞ് നടത്തിയ അവകാശവാദങ്ങളും മുൻപ് നഗരവാസികൾക്ക് വാഗ്ദാനം ചെയ്ത അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒളിമ്പിക്സ് വേദിയും എവിടെയെന്നും ശബരി ചോദിക്കുന്നു. ഇത്തരം പൊള്ളയായ വാഗ്ദാനങ്ങളും ഭരണപരാജയങ്ങളും മറച്ചുവെക്കാനാണ് മേയർ തരംതാണ പരിഹാസങ്ങളുമായി രംഗത്തിറങ്ങുന്നത് എന്നും അദ്ദേഹം തുറന്നടിച്ചു. യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ നാടകങ്ങൾക്ക് പിന്നിൽ വളരെ കൃത്യമായ ചില അടിയൊഴുക്കുകളുണ്ട്. കാപ്പ കേസിൽ കൗൺസിലർ സുഗതൻ ജയിലിലായ പശ്ചാത്തലം ഭരണപക്ഷത്തിന് വലിയ തിരിച്ചടിയായിരുന്നു. ഈ അനുകൂല സാഹചര്യം വളരെ കൃത്യമായി മുതലെടുത്തുകൊണ്ടാണ് BJP സമ്മർദ്ദത്തിലാക്കാൻ UDF തന്ത്രങ്ങൾ മെനഞ്ഞത്. 101 അംഗ കൗൺസിലിൽ 50 സീറ്റുകളുമായി BJP ഭരണം നിലനിർത്തുന്നുണ്ടെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ കനത്ത പ്രതിരോധം ഭരണപക്ഷത്തെ അസ്വസ്ഥമാക്കുന്നു. LDF-ന്റെ നിലപാടുകളെയും ജനങ്ങൾക്ക് മുന്നിൽ ചോദ്യം ചെയ്യാൻ UDF-ന് ഈ നീക്കത്തിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. വാക്പോരുകൾ ഫേസ്ബുക്കിലും ദൃശ്യമാധ്യമങ്ങളിലും നിറയുമ്പോൾ രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ തന്നെയാണ് ശബരീനാഥൻ്റെ നീക്കം. വെറുമൊരു ഭരണവിരുദ്ധ പ്രമേയത്തിനപ്പുറം BJP-യുടെ ഭരണപരാജയങ്ങൾ തിരുവനന്തപുരത്തെ വോട്ടർമാർക്കിടയിൽ സജീവ ചർച്ചയാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. സ്മാർട്ട് സിറ്റി പദ്ധതികളുടെ ഇഴച്ചിൽ, നഗരത്തിലെ മാലിന്യ സംസ്കരണ പ്രതിസന്ധി, റോഡ് വികസനത്തിലെ പോരായ്മകൾ എന്നിവയെല്ലാം ശബരീനാഥൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് പിന്നിലുണ്ട്. കഥകളും പരിഹാസങ്ങളും പറഞ്ഞ് മേയർ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുമ്പോൾ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി അതിനെ മറികടക്കാനാണ് ശബരീനാഥൻ ശ്രമിക്കുന്നത്. തലസ്ഥാന നഗരസഭയുടെ ഭാവി ഭരണം ആര് നിയന്ത്രിക്കുമെന്ന വലിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിനാണ് ശബരീനാഥൻ ഇതിലൂടെ തുടക്കമിട്ടിരിക്കുന്നത്.